गाइस, सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं होम मूवी के सीन 7 का रिएक्शन। और लास्ट सीन हमने देखा कि वहाँ पे अंकल ने बहुत अच्छी स्टोरी बताई है, लेकिन अभी वो ऐसी उनको स्टोरी लग रही जो वो एक्चुअली या तो बिलीव कर रहे हैं या इंस्पायर करे उनको। मुझे भी समझ नहीं आ रहा इनका क्लाइमैक्स आएगा कहाँ से। पर यार जरूर थोड़ी ना कि हर मूवी बिल्कुल ऐसी हो, बिल्कुल परफेक्ट और रियल लगे। कुछ फैंटेसी भी आप डालते हो तब भी मूवी अच्छी लगती है। तो अब देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। വേണ്ട വേണ്ട ഇത് വേണ്ട ഇത് ഇട്ടാലേ കുരങ്ങിനെ പോലെ ഇരിക്കും. നീ പുറത്താണോ? ഇന്ന് കിച്ചന്റെ ബർത്ത്ഡേ ആണ്. കിച്ചു നീ ഇത് ഇവിടെ എന്തോ പണിക്ക് ഇവിടെ ഇത്രയും പേര് വന്നിട്ട് നീ അങ്ങോട്ട് വന്നേ. ഹലോ ഡയറക്ടർ ബ്രോ. പഴയതുപോലെ അല്ല, നമ്മളൊന്നും ഒരു മൈൻഡ് ഇല്ല കേട്ടോ. ഇപ്പൊ ലൈവ് ഒന്നും കാണാറില്ലല്ലോ. ഒരു ലൈവ് ഒക്കെ അങ്ങോട്ട് ഇട്. പെവർ വരട്ടെ. ഇതെന്താ ഗിഫ്റ്റ് ആണോ? मैं पार्टी केक मुर्गिटे अरे साइड में जाके बात कर लो। उनमें से लिटिल वन कौन था? यही है किच्चू। സോറി वो काट रही है। കട്ടേട്ടോ ഉറപ്പാണോ? इसने भी बहुत तंग किया उसको कॉल करके। നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കിച്ചു എന്ന് പറഞ്ഞ പരനാളിലൂടെ കറങ്ങിടക്കരുന്ന്. ഊളയുടെ ഒക്കെ ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ ആഘോഷിച്ച് നടന്നോ കിച്ചു തെണ്ടിനോട്. ഞാൻ എന്റെ ലൈവ് ആയിരിക്കും ഞാൻ അടുത്ത പോണത്. स्पीकर में बजा। അടുത്ത വീഡിയോ കാണണമെന്ന് വരാൻ പറ അവനോട്. അടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കാൻ ചട്ടിത്തലേ. धमाका ही होता है बोलते हैं तो। जब बोलते हैं कोई स्पीकर में बजा रहा है, कोई लाइव लगा रहा है। Bless you. केक तो अच्छा लग रहा है मुझे। हैप्पी बर्थडे किचू। ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കൊരു താല്പര്യമില്ല പ്രിയ. പ്രിയ എന്താന്ന് വെച്ചാൽ അയക്കോ. ഡു യുവർ ഓൺ ഷിറ്റ്. എന്നെ വിളിക്കല്ലേ. എന്നെ വിളിച്ച് ചോദിക്കണ്ടെന്ന് വെച്ചിട്ട് പോന്ന്. ദൈവമേ എത്ര നേരം അടി കേറുവാ ഇങ്ങോട്ട്. ആരാ മമ്മി? हाँ पेरेंट्स ऐसा करते हैं यार। സപ്പോർട്ടയാ ഇത് നമ്മുടെ ആന്റണിയുടെ വീട്ടിൽ പോയപ്പോ കുട്ടിയമ്മ തന്നില്ലേ. ഇപ്പൊ തന്നെ ഇങ്ങനെ ഫുൾ ടേഡിയാണ്. കല്യാണം കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനൊന്നും അല്ല ജസ്റ്റ് അവൻ അവന്റെ അപ്പനെയും അമ്മയും എന്ത് കെയറിംഗ് ആണെന്നറിയോ. അതേപോലെ തന്നെ ഞങ്ങളോടും വളരെ സ്നേഹ. ഇപ്പൊ അതൊക്കെ കാണിക്കും. എനിക്കെന്തോ റിലേഷൻഷിപ്പ് അത്ര പോസിറ്റീവ് ആയിട്ടൊന്നും തോന്നുന്നു. सवाल उठाने वाले आ गए। അല്ല ഒരു ഫാമിലി പരമായിട്ടൊക്കെ എങ്ങനെ? നീ അവളുടെ ചാച്ചനല്ലേ? अब देखना होगा क्या होता है। मेरे को सही नहीं लग रहा है। മോള് ഉടനെ shock है। എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോടി? अंकल से पता है कोई प्रॉब्लम देखी नहीं जाती। ചോദിച്ചാലോ? അവര് തമ്മിലുള്ള പ്രശ്നം അവര് പറഞ്ഞു തീർത്തോളും. अरे അതിന് ഞാൻ വിളിച്ചില്ലല്ലോ. നിന്നോട് ചോദിച്ചതല്ലേ ഉള്ളൂ. വിളിച്ചാലും ഇല്ലേലും ഞാൻ ഇടപെടത്തില്ല. അതിന് നിന്നോട് ഇടപെടാൻ ആരെങ്കിലും പറഞ്ഞോ? इनके बीच में फाइट हो रही है। सीधा ऊपर वाले से बातें करना। പറഞ്ഞാലും ഇല്ലേലും ഞാൻ ഇടപെടത്തില്ലെന്നാ പറഞ്ഞ. जवाब ना दे ऐसा हो सकता है। एक सेकंड तो लो कम से कम। ओ भाई स्कैरी मूवी देख रहा है। नन कॉन्जरिंग है ना शायद पता नहीं। मैंने कोई नहीं देखी। क्यों नन दिख रही थी इसलिए मैंने नन बोला। മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടൊരു പടങ്ങള്. अब ये कुछ करेंगे डरावना। കുട്ടിയമ്മ यही आवाज आती पता है, कर कर ऐसे वो क्रैकिंग की। अंडर द बेड। തിരുവള്ളൂർത്തരോ? ओ तो आराम से सो आती, मत जाना। മക്കളെടാ എന്താ പ്രിയ മോളുമായിട്ട് എന്താടാ പ്രശ്നം? പപ്പ ഇവിടെ കാര്യം നോക്കും. क्यों देखी रात को? अरे दरवाजा तो बंद करो। ओ यार मैं भी डर गई थी। कौन सा नन ऐसे बैठेगा? Oh God. പ്രിയയും ആന്റണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? अंकल यार क्या करते हो यार? ഇത് പറഞ്ഞിട്ട് നോക്കടാ. വഴക്ക कैसे पता चला? ഇത് കൂടി അതും അറിയാൻ പറ്റുമോ? അവരമ്മില്ല അടിയണോന്ന് അറിയാൻ പ്രിയ. लड़कियों की स्टोरीज पे देखी जाता ഐ है। എം ഓൺലി ഗുഡ് അറ്റ് ഹൈഡിങ് മൈ ഫീലിംഗ്സ്. ഹാപ്പി ബർത്ത്ഡേ ചക്കരെ, മൈ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എവർ. ഇതേണ്ട ഇത് ഇന്ന് പ്രിയച്ചി ഇതേപോലത്തെ കൊറേ വെറുപ്പിക്കൽ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല.
അണ്ണനെ വെറുതെ ചൊറിയാൻ വേണ്ടി മാത്രം ഇട്ടേക്കുവാണ്. ഇതിനെയാണ് ഇമോഷണൽ അത്യാചാർ. യെസ് ആ ഇമോഷണൽ മോളെ പ്രിയ ഇത് പപ്പയാ. പപ്പ അല്ലെങ്കിൽ വേണ്ട പപ്പ പിന്നെ വിളിക്കാം കരയണ്ട വെച്ചു. बस मत रो इतना ही मेरे को लगा कुछ बात करेंगे. हाँ कौन था സൂര്യനാ അവന് വയറിന് എന്തോ പ്രശ്നം. സൂര്യനെ നിങ്ങളിപ്പോ മോളെന്നാണോ വിളിക്കുന്നത്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. മോളെ വിളിച്ചതാ. അവള് ഭയങ്കര കരച്ചിൽ. ചാൾസ് പറഞ്ഞു അവർ തമ്മിൽ എന്തോ ഇമോഷണൽ അച്ചാറാണ്. अचार അതെന്തോന്ന് क्या अचार ആ इमोशनल अचार कहाँ मिलता है മോഷ്ടാവും. പേടിക്കണ്ട, ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെ അവനിപ്പോൾ ओ रॉबर ദേ ഇതാണ് അവൻ. फोन ഇവൻ മോഷ്ടിക്കുന്നത് പണവും സ്വത്തൊന്നുമല്ല, എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒന്നിനെയാണ്. टाइम ओ ये चोर है സപ്പോസ് നമ്മളൊരു ജോലി ചെയ്യാനാണെന്നിരിക്കട്ടെ, ടിങ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാ ജസ്റ്റ് ഒരു സെക്കൻഡ് നോക്കാന്ന് പറഞ്ഞ് ഫോൺ എടുക്കും. यस ഈ ഒരു സെക്കൻഡ് മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആവുന്നത് നമ്മൾ അറിയേയില്ല. यस പിന്നെ ആന്റണിയെ പോലെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയ്യോ ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന അനാവശ്യമായ ഒരു പേടി ഉള്ളിൽ രൂപപ്പെടാൻ തുടങ്ങും. वाओ ഫോൺ കയ്യിലില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സ്മോക്കിംഗ് അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഇരിക്കും. പക്ഷേ സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. ये कोई नहीं मानता ये അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ സ്മോക്ക് ചെയ്യുന്നത്. പക്ഷെ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അറിയില്ല ഇത് പതുക്കെ പതുക്കെ അയാളുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ ഫോക്കസ് പോകുന്നു. മൊബൈൽ ഒരു അഡിക്ഷൻ ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇത് മാറ്റാനുള്ള ഏക വഴി. പിന്നെ ഏതൊരു അഡിക്ഷൻ പോലെയും ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ ആൻഡ് ട്രൈ ബീങ് ഹോം. കൂടെയുള്ള മോഷ്ടാവിനെ അകറ്റി നിർത്തി ജീവിതത്തിലെ ഈ നിമിഷം ഏറ്റവും മനോഹരമാക്കുന്നിടത്ത് യു ക്യാൻ ഫൈൻഡ് യുവർ ട്രൂ ഹോം. എങ്ങനെയായിരുന്നു വീടാ ഇത്? മുകളിൽ അവന്മാർക്ക് ഒരു മുറിയുടെ പണിയണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാ. അവന്റെ കലാവിരുത് മുഴുവൻ പരീക്ഷിച്ച് വീട് ഇങ്ങനെയായി. എന്തൊരു മാറ്റല്ലേ. ആ ആന്റണി ഫോൺ എടുത്ത് കൈ പിടിച്ചോളൂ. അതിപ്പോഴും ഇപ്പൊ എങ്ങനെയാണ്? it still ഇപ്പൊ പിന്നെ continues. ആർക്കാ ഇതുപോലെ പ്രിന്റൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നേരം? എല്ലാം ഫോണിൽ കിടക്കല്ലേ? ഫോണിൽ കിടക്കും, പക്ഷേ മനസ്സിൽ കിടക്കത്തില്ലല്ലോ. वाह രസമായിട്ടുണ്ട്. क्या लाइन है भाई ये എന്നിട്ട് അപ്പുറത്തെ അയൽവക്കത്തെ ചേച്ചിമാരൊക്കെ ചെയ്തു फोटोज है तो फोन में रह जाएगी. നമ്മള് സ്വന്തം മക്കളെ പോലെ ഇങ്ങനെ ശുശ്രൂഷിച്ച് കെയർ ചെയ്ത് അത്രയും സ്നേഹം നമ്മൾ കൊടുക്കുമ്പോ ഇവരതിനനുസരിച്ച് പൂവിടും, കായ് തരും. അപ്പൊ നമുക്ക് എനിക്കാണെങ്കിൽ പ്രസവിച്ച സുഖമാണ് ഇതൊക്കെ കാണുമ്പോ, അല്ലേ? उसको उससे बात രസമുണ്ടല്ലേ? നമുക്ക് വേണം ഇതുപോലൊരു അപ്പന്റെ മക്കളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ, എന്റെ ഇല്ല. അതിന് നീ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞ് നെട്ടോട്ട് ഓടുന്നതിനിടയ്ക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ നേരം. ആ അന്ന് ഞാൻ ഓടിയതുകൊണ്ടാ ഇന്ന് ഈ വീട് ഓടുന്നത്. ഓ വലിയ ഓട്ടൊക്കെ. വീട്ടിലൊരു നഴ്സ് ഉള്ളതുകൊണ്ട് പിന്നെ അപ്പനെ നോക്കാൻ വേറൊരു ഹോം നഴ്സിനെ വെക്കേണ്ടി വന്നില്ല. എല്ലാം ചെയ്യുന്നത് പാവം. IB manager. उनका फोन ही उठाते ही नहीं है ढंग से. ഒക്കെ പപ്പയും വന്ന് സഹായിക്കാറുണ്ട് ഇങ്ങനെ. എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഒന്നും ഇല്ലായിരുന്നോ ആന്റണി? ആ ഫോൺ. ആ वो देख रहे हैं ये उठा के नहीं रहे. ബാങ്കിൽ നിന്ന് ഇത് ഈ മാനേജർ എപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. कोई पता है लोन के लिए. സ്ഥലം ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി. എനിക്ക് ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ. पनीर चिली जैसा लग रहा ഞാനേ ഒരു കുക്കിംഗ് ചാനൽ है. वो शायद चिकन है. മര്യാദയ്ക്ക് ചായയുടെ അറിയാത്തോളാം. സാരമില്ല മോളെ, ദേ ഇരിക്കുന്ന ഒരുത്തൻ ഒരു ചീരത്തായി മര്യാദയ്ക്ക് നടാൻ അറിയാമല്ല. വലിയ യൂട്യൂബ് ചാനലാ. अच्छा है गुस्सा करते ही नहीं. ചാനലൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ ഞങ്ങളും കണ്ടിട്ടില്ല. फेमस हमने भी नहीं देखा. പിന്നെ ഒരുപാട് ലക്ഷങ്ങൾ വന്ന് കുമിഞ്ഞു കൂടിയിട്ടേ ഇപ്പൊ അക്കൗണ്ടിൽ വെക്കാൻ സ്ഥലമില്ല. अरे यार मम्मी से अच्छा कोई नहीं होता रोस्ट करने में. में. അല്ലേടാ? मम्मी अपने पे आ जाए एक बार. अरे अरे यार उसको वहाँ पे म्यूट ही कर दो यार. इतने भड़के पड़े हैं. मुझे लग रहा है कुछ गर्म होने वाला है अभी. എടാ കഴിക്കുന്ന സമയത്തെങ്കിലും നീ ഒന്ന് മാറ്റി വെക്കും.
ഏത് നേരം അതിൽ തന്നെ നോക്കിയിരിക്കും. अरे अंकल अभी नहीं बोलना था. इनकी तो कड़ी नजर है भाई. पूरा नोटिस कर रहे हैं. ओ नहीं, बैंक वाले आ गए गेट पे. फर्स्ट टाइम पे आए हैं. ഞാൻ ഇപ്പോൾ വിളിക്കാം, അപ്പം തന്നെ വരണേ. കേട്ടോ Can I call back? വന്നടാ. ये भी जाएगा. ആ അതെ അകത്തുണ്ടല്ലോ. ഒരു സെക്കൻഡ്. എടാ ഞാൻ ഈ മാനേജേഴ്സിനൊന്ന് ഡീൽ ചെയ്തിട്ട് വരാം. ആരെയും അങ്ങോട്ട് വിടാൻ നിൽക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് മറ്റേ കഷണ്ടി തണ്ടിനാ. बाल्डी. अरे अंदर नहीं अंकल. സോറി, അത് എന്റെ പ്ലേറ്റാ. ഞാൻ ये सही यार, ठीक है. मेरी प्लेट घर मत लेके जाओ मेरे को तो. देवर अच्छा प्रिया. बना दिया. എണീറ്റ് പോയി കൈ കഴുകും. ओ नहीं. ओ ആ പുള്ളി വേറൊന്നും ഉണ്ടാറില്ല. ആ ആക്സിഡന്റിന് ശേഷം ഉറക്കമൊക്കെ തീരെ കുറവാണ്. അല്ല, സംസാരമൊക്കെ തീരെ കുറവാണ്. അതി പാതിയും വാലും തുമ്പും ഇല്ലാത്ത ഓരോ ഇംഗ്ലീഷ്. മനസ്സിലായി. പറഞ്ഞോളൂ, ടെൽ മീ. ആ അയ്യോ കേൾക്കുന്നില്ലെന്നേ. ആന്റണി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പഴയ ബാങ്ക് മാനേജർ നിങ്ങളുടെ സാലറി സ്ലിപ്പ് നോക്കിയിട്ടാ നിങ്ങൾക്ക് ലോൺ പാസ്സാക്കി. നിങ്ങൾ ജോലി രാജിവെച്ചിട്ട് ഫിലിം ഫീൽഡ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ബാങ്കിന്റെ കണ്ണിൽ ചീറ്റിംഗ് ആണ്. अरे बुला उसको, बुला कुछ भी करके बुला. കുറച്ചുകൂടെ ഐസ്ക്രീം കഴിക്കും. അയ്യോടാ കുട്ടാപ്പ. ആന്റെ കുഞ്ഞിന്റെ അടുത്ത് അയ്യോ ചേട്ടൻ്റെ അടുത്ത് അയ്യോ. എടാ കൊച്ചിന് ഐസ്ക്രീം കൊടുത്തിട്ട് കൊണ്ടുപോടാ. ഐസ്ക്രീം ഒക്കെ ഞങ്ങൾ കഴിച്ചോണ്ട് കേട്ടോ. रोने लगा रो. Yes. കരയുന്നോ? എന്തിനാ കരയുന്നേ? അപ്പാപ്പൻ എടുക്കണോ? अरे नहीं अंकल. അതിന്റെ മൂഡ് മാറി. എടാ ആന്റണി ഇവിടെ. അവിടെ ആരോട് സംസാരിച്ചോണ്ട് അവിടെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എങ്കിലും അടക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എടാ നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ബാങ്കിലെ പുതിയ മാനേജറാണ്. നമസ്തേ. നമസ്കാരം. പുറത്ത് തന്നെ നിൽക്കണ്ട, അകത്തോട്ടിരിക്കാം. ഇല്ല, പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. अरे घर के अंदर क्यों बुला रहे ചായ हो? കുടിച്ചിട്ട് പോവാം. ഇല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, പോയിക്കുവാ. ആരാണത്? ആ ഇങ്ങോട്ട് വന്നേ. വേറൊരു കാര്യമുണ്ട്. വാ വേഗം വാ. पर मैं क्या, तो उसका तो हक बनता है जानने का यार. ഓക്കെ क्या लोन है, कितना है. टेकी. അപ്പോൾ നിങ്ങളെല്ലാവരും ചാൾസ് ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. शेयर. ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് അടിച്ച് പോവാൻ പറഞ്ഞു അവന്മാരോട്. വേറെ വാ. എടാ എനിക്കൊരു മൂഡില്ല, പറയുന്നത് മനസ്സിലാക്കും. വിളിച്ച ഈ ഫോൺ എടുക്കണം. നിങ്ങൾ വിളിച്ച എടുക്കാതിരിക്കുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. ഓക്കെ. पर ये मैनेजर वैसे काफी ठीक है, वरना लोन रिकवरी वाले खत्म कर देते दिमाग को. ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. അയാൾ പോയടാ. उनको कुछ बोल मत देना यार. ഞാനാകെ പേടിച്ചിരിക്കുകയാണ്. अरे നീ EMI മുടങ്ങിയതിന്റെ പേരിൽ അയാളൂടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. मिस EMI. अरे यार. अंकल ഇറങ്ങിയാലോ? सबको फैमिली ഞങ്ങളെന്നാ ഓ അത് സാരമില്ല. बहुत तेज हो रही है भाई, यहीं रुको. എന്നാ പിന്നെ മഴ മാറിയിട്ട് പോലെ. കുറച്ച് തോർന്നിട്ടു. क्या हुआ है? My next film ഇനിയിപ്പോ excited. എപ്പോ കറണ്ട് Oh! ഇൻവെർട്ടറിലാണെങ്കിൽ കേടായിട്ട് നന്നാക്കാൻ और विशाल के साथ ही ഞാൻ നന്നാക്കിക്കോളാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. मतलब वही एडवांस चल रहा होगा. വെള്ളം തെറിച്ചോടാ ചക്കര. ഇടിയിട്ട് പേടിച്ച് പാവം. മക്കളെ നീ ആ ജനലിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കണം. ചാൾസേ, മക്കളിങ്ങ് താഴെ വന്നിരിക്കും. എടാ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞടാ ആ ഫോണും കൊണ്ട് ജനലിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കാൻ. എന്തോ ഇപ്പൊ പ്രശ്നം എന്താണ്? ഇടിവെട്ടുന്ന കണ്ടില്ലേ? ഒരു 5 മിനിറ്റ് ആ കുന്തം ഒന്ന് മാറ്റി വെച്ചാൽ എന്താ?
ഇടിവെട്ടണേൽ എന്താ ഞാൻ കുത്തിയൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇറ്റ്സ് നോട്ട് കണക്റ്റഡ്. എടാ ഇടിവെട്ടുമ്പോ റേഡിയേഷനിൽ കൂടെ വരൂല്ലേ? റേഡിയേഷനാ? ആ എടാ എയറിലൂടെ വരൂല്ലേ? അതിൽ ഇന്റർനെറ്റ് ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ആൾക്കാരെ ചിരിപ്പിക്കാതെ വല്ലോടത്തും ഇരിക്കും. അപ്പം वो भी अपने ससुर के सामने इस तरीके से बात करोगे? ऐसे नहीं करना चाहिए यार, वेरी बैड, वेरी അഡിക്ഷൻ അല്ലേ? एडिक्शन പുകവലിക്കുന്ന പോലെ തന്നെ ഒരു 5 മിനിറ്റ് കൂടി ഇല്ലാതെ പറ്റില്ലെന്നായി. അതാ वो भड़का पड़ा है। വിശാല് പുതിയ പടം അനൗൺസ് ചെയ്തല്ലോ. सब तीली लगा रहे। फटेंगे अभी ये। अब अंकल को समझ आया। എല്ലാം ഈ ഫോൺ അഡിക്ഷൻ കാരണം. ओह नो, ഇല്ലെങ്കിൽ എന്നേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പടം ചെയ്യാനുള്ള സമയം കഴിഞ്ഞെന്നറിയാം. अभी ये टाइम नहीं है। नहीं अब अंकल आप गलत जा रहे हो। वो ഏത് നേരത്തെ ഈ നശിച്ച വീട്ടിൽ വരാൻ തോന്നിയെന്ന് ആലോചിക്കണം. ഇപ്പൊ कौन तू? നിങ്ങളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത്. നിങ്ങളൊരു ഒറ്റൊരാളുടെ വിവരമില്ലായ്മയാണ് ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ. ആകെ ഓർത്തോണം. ആന്റണി, नहीं बोलना था। എന്തുപറ്റി? എല്ലാവരുടെയും മുഖത്തൊരു മ്ലാനത. चुप हो जा। ഈ കുട്ടിയമ്മ പിന്നെ വല്ല മണ്ടത്തരവും പറഞ്ഞാണ് അല്ലേ? ഏയ് കുട്ടീസ്, അതാടാ ഞങ്ങൾക്ക് മണ്ടന്മാരാ. നിന്നെയൊക്കെ വളർത്തി ഭക്ഷണാക്കിയില്ലേ ഇത്രേ. അതാ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവണേ? എനിക്കെന്താടാ നിന്നോടൊന്ന് ചൂടായിക്കൂടെ? ആയിക്കൂടെ? ആയിരിക്കുന്നത് നിന്റെ തന്തയാ. അത് നിനക്ക് ഓർമ്മ വേണം. हाँ, बात तो सही है भाई। നീയൊക്കെ ആരാടാ? ഭൂമിയിലേക്ക് പൊട്ടി വീണ രാജാക്കന്മാരോ? वाह, നിന്നെ बहुत गलत हो गया यार ये तो। ഞങ്ങളെന്നാ മഴ തോർന്നില്ലല്ലോ. ഇതിപ്പോ തോരും തോന്നില്ല. സൂസൻ വിളിക്കും. ऐसा impression बनाया। तो पता नहीं अब क्या होगा। ये अकेला ऐसा सीन है जहाँ पे मुझे लगा कि अंकल का भी कुछ ना कुछ काफ़ी ज़्यादा गलती थी, क्योंकि वो बोल रहे थे बार बार। एंड जब उन्हें ये पता लगा था ना कि जैसे ही विशाल ने कोई और मूवी साइन कर ली, मुझे लगा तब तो वो शांत हो ही जाएंगे, क्योंकि उन्हें अब रीजन पता लग गया। बट उसके बाद भी उन्होंने कहा कि ये इसीलिए छूटा है क्योंकि ये फ़ोन का एडिक्ट है, ये ऐसा है वैसा है। जबकि वो मेरे को लग रहा है वो ऑफकोर्स अपने भोलेपन में ही, और वो इवन कहीं भी उसको ताना मारने के लिए नहीं बोल रहे थे, बट वो टाइम राइट नहीं था। सच में यार। और एंड द थिंग इज ना कि वो उनके मेंटर उनको जो चीज़ जैसे समझा रहे हैं ना, वो एज इट इज़ ही उसको ले रहे हैं। वो सिचुएशन नहीं देख रहे। जैसे उन्होंने स्मोकिंग वाली बात बोली थी, एडिक्शन, फ़ोन एडिक्शन वाली बात समझाई, तो उन्होंने घर पे भी एज इट इज़ ही उसको रिलेट किया। उन्होंने ये नहीं समझा कि भाई अभी उसका दिमाग गर्म है या अभी कोई टाइम आएगा अच्छे से, अभी इन लॉस बैठा है, उसके सामने ऐसी बातें नहीं कर सकते। तो ये उनको समझना चाहिए। हाँ, वो होता है कई बार, जब आप दूसरे से चीज़ सीखते हो और आपको लगता है आप भी वही चीज़ कर सकते हो, पर जबकि दूसरे ने कोई ना कोई चीज़ सीख के या किसी तरीके से कोई, जैसे वो जो है वो थेरेपी, उसके पास टैलेंट है उस चीज़ का, इसलिए वो आपको करवा पा रहा है। बट इनको लग रहा है कि वो सीधा सीधा वो चीज़ पास ऑन कर पाएंगे, वो कभी नहीं हो सकता। अब ये क्लाइमैक्स में क्या होगा, बिकॉज इनके हाथ से तो मूवी गारंटीड जा चुकी है, अब तो कोई रीज़न ही नहीं बचा। फिर इनका अभी तो लगता है रिश्ता भी खत्म हो रहा है, लाइफ भी खत्म हो रही है, क्लाइमैक्स आ रहा है। इसका क्लाइमैक्स भी लिखा है कि नहीं पता नहीं। तो आपको कैसा लगा भाई कमेंट सेक्शन में जरूर बताएगा। तो ऐसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए, और सब्सक्राइब करिए। बाय।